ഹായ്. ഇന്നൊരു ദിവസം ഡേ ഓഫ് കിട്ടി. അതുകൊണ്ട് പകല് കിടന്നുറങ്ങി. ഇപ്പൊ സമയം രാത്രി 8:30 കഴിഞ്ഞു. നാട്ടിൽ ഇതുപോലെ പകല് കിടന്നുറങ്ങുമ്പോൾ അമ്മ വഴക്ക് പറയും. "നീ പകല് മുഴുവൻ കിടന്നുറങ്ങിയിട്ട് രാത്രി എന്നോടൊക്കെ കാണിക്കാൻ പോണേന്നുള്ളത്." സത്യമാണ്. കാരണം ഉറക്കം വരാൻ ഇച്ചിരി താമസം എടുക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോകാൻ പോവാ. എങ്ങോട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങ് വണ്ടി എടുക്കുന്നു, പോകുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം കാണുമ്പോൾ അവിടെ നിർത്തിയിട്ട് കുറച്ച് നേരം ചില്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരും. ഓക്കെ? അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ അടുത്തുള്ള ഒരു ടെസ്കോ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് തടി കഷ്ണം കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചായയുടെ ഒപ്പം മുക്കിത്തരം ബിസ്ക്കറ്റും. അതിൻ്റെ കാശും കൊടുത്ത് നേരെ വെച്ച് പിടിച്ചു അടുത്തുള്ളൊരു നാഷണൽ പാർക്കിലേക്ക്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ വണ്ടി ഓടിച്ച് നമ്മളൊരു സ്ഥലത്ത് നിന്നു. ആ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഏക്കർ കണക്കിന് പരന്ന് കിടക്കുന്ന നാഷണൽ പാർക്കിൻ്റെ നടുക്ക് കൂടി പോകുന്നൊരു വഴി. അവിടെയും ഒരു മനുഷ്യനുമില്ല. അതിൻ്റെ അരികത്തൊരു സ്ഥലത്ത് ഒതുക്കി. സത്യം പറഞ്ഞാൽ വണ്ടിയിൽ നിന്ന് ഫെയറി ലൈറ്റ്സ് ഒക്കെ എടുത്ത് പുറത്തിട്ട് തൂക്കി ഇത് വൈബ് ഉണ്ടാക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റി. അങ്ങനെയല്ല, പേടിയായിട്ടാണ്. കാര്യം വെട്ടവും വെളിച്ചവും കുറച്ച് കഴിഞ്ഞപ്പോൾ നൈസായിട്ട് തണുക്കാൻ തുടങ്ങി. ഭയങ്കര തണുപ്പൊന്നുമില്ല, എന്നാലും തണുപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? തീയിടണം. അപ്പോൾ അതിനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നമ്മൾ മേടിച്ച മരക്കട്ടയെല്ലാം കൂട്ടിയിട്ടിട്ട് അങ്ങ് കത്തിക്കാൻ പോവാം. അങ്ങനെ നമ്മുടെ തീയെല്ലാം നല്ല അടിപൊളിയായിട്ട് കത്തി നല്ല ചൂടുമായി. ഇനി നമ്മളൊരു ചായ ഉണ്ടാക്കാൻ പോവാം. ഒരു കട്ടൻ ചായ. ഏത്? തണുപ്പും കട്ടൻ ചായ നല്ലൊരു ഒന്നൊന്നര കോമ്പിനേഷൻ ആണല്ലോ. അങ്ങനെ നമ്മുടെ ചായ താണ്ടട തിളച്ച് നല്ല കടുപ്പത്തിൽ അങ്ങിറങ്ങി. ഇച്ചിരി കടുപ്പം കൂടിപ്പോയോ എന്നൊരു തോന്നൽ വന്നു. പിന്നെ കടുപ്പം കുറയ്ക്കാനൊന്നും പോയില്ല. മേടിച്ച ബിസ്ക്കറ്റ് മുക്കി ഒരു കട്ടനടി. നല്ല രസമായിരുന്നു. ചായയോട് കഴിഞ്ഞിട്ട് നേരെ വണ്ടി ചെന്ന് ഒരാളെ കഴുത്തിന് പിടിച്ച് അങ്ങ് എടുത്തിട്ട് വന്നു. നമ്മുടെ ഗിറ്റാറിനെ രാത്രി ആരും കേൾക്കാനില്ല എന്നുള്ളതിൻ്റെ ചങ്കൂറ്റമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ആണെന്നൊക്കെ പറയാം. ഏത്? ആ സമയത്ത് എൻ്റെ വൈബിന് മാച്ചാവുന്നൊരു പാട്ട് പെട്ടെന്ന് മനസ്സിലോട്ട് ഓടി വന്നു. അതങ്ങ് പാടി. അങ്ങനെ നമ്മൾ റാൻഡമായിട്ടൊരു സ്ഥലത്ത് വന്നു. അടിപൊളിയായിട്ട് കുറച്ചേരം നിന്നു. നല്ല രസമായിരുന്നു. പക്ഷേ ആദ്യം നല്ല പേടിയായിരുന്നു. നല്ല ക്രീപ്പി വൈബായിരുന്നു. ആരുമില്ല. കുറച്ച് കഴിയുമ്പോൾ എല്ലാം സെറ്റായി. ഇപ്പോൾ വീട്ടിൽ പോകും. 12:30. ഇനിയിപ്പോൾ 1.5 മണിക്കൂർ ഡ്രൈവുണ്ട്. അതവിടെ എനിക്കൊന്ന് ദൈവത്തിനറിയാം. എന്തായാലും കാണാം. ബൈ.